തൃക്കരിപ്പൂർ ഇടയിലക്കാട്ടെ പെൺകൂട്ടായ്മയുടെ സീതാ ജാനു നാടകം അരങ്ങേറ്റം നടത്തി. മാവിലാക്കടപ്പുറം വെളുത്തപൊയ്യ ബീച്ച് ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയമാണ് നാടകത്തിന്റെ ആദ്യ അവതരണത്തിന് ആതിഥ്യമരുളിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഈ നാടകം ഇവിടെ വെച്ച് നിർത്തുമോ അതോ പുനരാരംഭിക്കുമോ? അതാണ് നിങ്ങളെപ്പോൾ തന്നെ ഞങ്ങൾക്കും അറിയേണ്ടത്. നിർത്താനോ? ഒരിക്കലുമില്ല. അതിശക്തമായി ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ചരിത്രത്തിലുടനീളം സ്ത്രീക്ക് കൽപ്പിച്ചു നൽകിയ നിശബ്ദതയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇടയിലക്കാട്ടെ പെൺകൂട്ടായ്മ പുതുവർഷ പുലരിയിൽ സീതാ ജാനു നാടകം അരങ്ങിലെത്തിച്ചത്. മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ കുത്തൊഴുക്കിൽ അറിയാതെ വീണുപോയ സ്ത്രീയുടെ നിഷ്കളങ്കതയ്ക്കൊപ്പം സമകാലിക ലോകത്തെ ആശങ്കയുണർത്തുന്ന സംഭവങ്ങളും അത്യാഗ്രഹികളുടെ ആക്രാന്തവും സമന്വയിപ്പിച്ചാണ് കാലിക പ്രസക്തിയുള്ള ഈ നാടകം അണിയിച്ചൊരുക്കിയത്. പണമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് തോന്നിപ്പോയി. പകലന്തിയോളം നീയോടി തളർന്നു വയ്യാതായി. ഇടംവലം കൂടെ നിന്നവർ ഒരു ഞൊടിയിൽ അവർ ഇല്ലാതായി. പല വഴി കൂടെ വന്നവർ എവിടെ പോയി? ഉടലിലുവാരി പൂശിയിലോട്ട് കെട്ടിന പാഠങ്ങൾ. ജീവിതമെന്നറിയ അടിമുടി കാശിനോട് പ്രേമം. അതിനില്ല വിട്ടുവീഴ്ച. ഇവിടെ ന്യായമാർക്ക് വേണം. ഇടയിലക്കാട്ടെ കെ ബ്രഷ്നേവാണ് അരങ്ങിൽ സ്ത്രീകൾ മാത്രം കഥാപാത്രങ്ങളായി എത്തിയ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. CV ജദ്ന, അർഷിത ജയൻ, K കാർത്തിയായനി, C ലളിത, KV നളിനി, KP പത്മിനി, KP പുഷ്പ, TP രേഷ്മ, V സാവിത്രി, K സവിത, MK ശ്രീലത, KV സുമ എന്നിവർ അഭിനേതാക്കളായി. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു ഇതിഹാസ കഥാപാത്രത്തിന്റെ പേര് പോലും പറയാനോ ആ പേരിൽ അഭിനയിക്കാനോ യോഗ്യതയില്ലാതെ വിലക്കപ്പെട്ടവൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട്. അനശ്വരനായ എഴുത്തുകാരനും സംവിധായകനുമായ മഹാനായ MT യുടെ സിനിമയിൽ, നിർമ്മാല്യം എന്ന സിനിമയിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രതീകമായ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച് മലയാളത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ആരെന്നറിയാമോ? PJ ആന്റണി. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. പത്മൻ വെങ്കരയുടേതാണ് നാടകത്തിന്റെ ദീപസംവിധാനം. ചമയം PV രവീന്ദ്രൻ. റെക്കോർഡിംഗ് AB റെക്കോർഡിംഗ് സ്റ്റുഡിയോ. വർത്തമാന മലയാള സ്ത്രീ നാടകവേദിക്ക് കരുത്തു പകർന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിന്നുകൊണ്ടാണ് ഇടയിലക്കാട്ടെ ഈ പെൺപടയുടെ പുതുവർഷത്തിലേക്കുള്ള കടന്നുവരവ്. മാവിലാക്കടപ്പുറം വെളുത്തപൊയ്യ ബീച്ച് ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയമാണ് നാടകത്തിന്റെ ആദ്യ അരങ്ങേറ്റത്തിന് ആതിഥ്യമരുളിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.